ഫ്രണ്ട്സ്, നമ്മുടെ യാത്രയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഗോപാൽ സ്വാമി ഹിൽസാണ്. ഇവിടെ ബന്ദിപ്പൂരിൽ വന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ആളുകളൊക്കെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണാം. നമ്മളാണെങ്കിൽ പോയത് ഒരു മഴക്കാല സീസണിലാണല്ലോ. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഗേറ്റാണ്. ഇവിടെയാണ് ട്രാൻസ്പോർട്ട് ബസ് വരുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മളും ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിപ്പറ്റി. എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയില്ല. കാരണം കർണാടകയിലുള്ള എല്ലാ ആൾക്കാരും സൈഡ് വിൻഡോ നേരത്തെ പിടിച്ചിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പോകുമ്പോഴേക്ക് വൈകിപ്പോയി. റോഡിന് രണ്ട് ഭാഗത്തും ഭയങ്കരമായ കാടുകളാണ്. ഈ കാടുകളിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മുകളിലേക്ക് പോകുന്തോറും നീലഗിരി കുന്നുകൾ കാണാം. 7 കിലോമീറ്റർ ചെങ്കുത്തായ മല കടന്ന് വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് ഇവിടത്തേക്ക് ഉള്ള പ്രവേശനം. പ്രത്യേകിച്ച് പ്രവേശന പാസ്സൊന്നുമില്ല. ഇപ്പോൾ 70 രൂപ കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്ര ചെയ്യാം. ഗോപാൽ സ്വാമി ഹിൽസിൽ ശ്രീകൃഷ്ണൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ടെമ്പിളുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനും രാധയുമാണ്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം മഞ്ചണ്ട രാജവംശം പണി കഴിപ്പിക്കുന്നത്. മഞ്ചണ്ട രാജാവ് സഹോദരരായ ശത്രുക്കളിൽ നിന്നും കുതിരപ്പുറത്ത് കയറി ഭയന്നോടി ഈ മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നൊരു ചരിത്രമുണ്ട്. മാധവ ദണ്ഡനായകൻ ഇതിൻ്റെ വിഷമം തീർക്കാൻ കൂടിയാണ് മലമുകളിൽ ദൈവപ്രതിഷ്ഠ നടത്തിയത്. ഗോപാൽ സ്വാമി ബേട്ട എന്ന് കർണാടകയിൽ പറയുമ്പോൾ നമ്മൾ ഗോപാൽ സ്വാമി ഹിൽസ് എന്ന് പറയുന്നു. സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും പ്രധാന കേന്ദ്രമാണ് ഗോപാൽ സ്വാമി ബേട്ട മലനിരകൾ. സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ആത്മീയ കേന്ദ്രമാണ് ഗോപാൽ സ്വാമി ബേട്ട മലനിരകൾ. മലമുകളിലെ ക്ഷേത്രവും പരിസരവും മഴക്കാലമായാൽ സഞ്ചാരികളുടെ തിരക്കാണ്. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടതും ഒരു മഴക്കാലമായതുകൊണ്ട് സദാസമയം ബസ്സിന് പുറത്ത് കാടുകളിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം മൃഗങ്ങൾ, സിംഹം, കടുവ, ആന അതുപോലുള്ള മറ്റ് വന്യമൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് വണ്ടി മുകളിലേക്ക് കയറാൻ അനുവദിക്കുകയില്ല. കർണാടകയുടെ KSRTC ബസ്സിലാണ് മുകളിലേക്ക് പോവുക. നീളമുള്ള ബസ്സുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഒരു മിനി ബസ്സാണ്. കാരണം ഒരുപാട് വളവുകൾ ഉള്ള സ്ഥലമാണ് ഈ കയറ്റം മുഴുവൻ. തീർത്ഥാടകരുടെ തിരക്ക് കാരണം ഇടതടവില്ലാതെ ബസ്സുകൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉയരത്തിൽ പോകുന്തോറും ദൂരെയുള്ള മലകളും സമതലങ്ങളും കോടയിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാം. 7 കിലോമീറ്ററോളം ചെങ്കുത്തനെയുള്ള ചുരം പിന്നിട്ട് വേണം മലമുകളിൽ എത്താൻ. മുകളിലേക്ക് കയറും തോറും കോടമഞ്ഞ് വന്ന് മൂടുകയായി. വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഈ കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. ബസ്സിൻ്റെ കമ്പി തന്നെയാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല ബസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടുകയും തുള്ളുകയും ചെയ്യുന്നു. ചുറ്റിലും മരങ്ങളൊക്കെ കണ്ട് ചെറിയ ഒരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ
പല സ്ഥലത്തായാണ് ഇരിക്കുന്നത്. ഉയരം കൂടുന്തോറും ചെവിയൊക്കെ ഈ കാറ്റടിച്ച് ചെവിയൊക്കെ അടയുന്നതായി തോന്നി. ബസ്സിലാണെങ്കിലും നമ്മളെ കോട വന്ന് പൊതിയുകയാണ്. ഇന്നലെ ഗുണ്ടൽപേട്ട് പോയി സൂര്യകാന്തി പാടങ്ങളൊക്കെ കണ്ട് രാത്രി സുഖമായി എല്ലാവരും ഉറങ്ങി. അതിനുശേഷം രാവിലെ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിൽ സഫാരിയുടെ വാഹനത്തിൽ കയറി കാടുകൾ കാണാൻ ഇറങ്ങി. ഇത്തവണ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മൃഗങ്ങളെയൊന്നും കാണാൻ സാധിച്ചില്ല. അത്യാവശ്യം ആനകളെയും മാനുകളെയൊക്കെ കണ്ട് സംതൃപ്തി അടയേണ്ടി വന്നു. എന്നാൽ നമുക്ക് ഈ ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് പോകാം എന്ന് പറഞ്ഞാണ് ഇവിടെ. നേരത്തെ ഈ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ദേശീയ ഉദ്യാനത്തിൽ നിന്ന് നേരെ ഈ ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് വന്നു. ഈ ഹിൽസിന് വേറെയും കഥകളുണ്ട്. പ്രധാനമായി നമ്മുടെ വീരപ്പൻ ഒളിച്ചു താമസിക്കുകയും പലതവണ ഈ അമ്പലത്തിൽ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി എത്തി. ഓരോ ബസ് ഇറങ്ങുമ്പോഴും അതേ ബസ്സിൽ തിരിച്ചു പോകാൻ ആളുകൾ ബഹളം വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് നോക്കൂ, എന്തൊരു വ്യത്യസ്തമായ ലോകം. നമ്മൾ കുറച്ച് നേരത്തെ വരെ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. ചുറ്റിലും കോടമഞ്ഞ്. ആളുകളൊക്കെ സന്തോഷത്തോടെ ഈ അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നു. പിന്നെ ആണെങ്കിൽ കാറ്റും. നമുക്ക് ഇവിടെ കണ്ണൂരിൽ നിന്ന് പോയ നമുക്ക് ഇതൊക്കെ പുതിയ അനുഭവമാണ്. കോടമഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രവും ഇതിൻ്റെ ചുറ്റുപാടുകളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പോലും പറ്റാത്ത കോട. ചെറിയ മഴയും കോടമഞ്ഞും അലറിയടിക്കുന്ന കാറ്റും എല്ലാം ഒരു പ്രത്യേക അനുഭവമായി. ഇത് ആണ് അമ്പലത്തിലേക്കുള്ള പ്രധാന കവാടം. ആർച്ച് രൂപത്തിലുള്ള കവാടത്തിന് മുകളിൽ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ കാണാം. പ്രത്യേക പൂജകളും വഴിപാടുകളുമായി അതിരാവിലെ തന്നെ ക്ഷേത്രം ഉണരും. ദർശനത്തിനായി വരുന്ന തീർത്ഥാടകരുടെയും ടൂറിസ്റ്റുകളുടെയും നീണ്ട നിരകൾ ഉണ്ടാവാറുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ ജനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെ. പ്രസാദമായ കഞ്ഞി ആരും കഴിക്കാൻ നിന്നില്ല. നമ്മൾ പോയവരൊക്കെ കുറച്ച് പ്രായം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ശൈത്യം സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതൊരു പ്രത്യേക അനുഭവം തന്നെ. മാത്രമല്ല ചുറ്റിലും പുൽമേടുകളും കാടുകളും ഉള്ളതിനാൽ ഏത് സമയവും വന്യജീവികൾ മുന്നിൽ വന്ന് പെടാം. ഈ കോടമഞ്ഞിൻ്റെ ശക്തിയിൽ നമ്മുടെ മുന്നിൽ ഒരു ആനയോ മറ്റ് മൃഗങ്ങളോ വന്ന് നിന്നാൽ പോലും കാണാൻ സാധിക്കുകയില്ല. അത്രയധികം പരസ്പരം കാണാൻ പറ്റാത്ത കോടമഞ്ഞാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോൾ. നല്ല തണുപ്പും. അതുകൊണ്ട് തന്നെ അമ്പലത്തിനകത്തോട്ട് ഞാൻ പോയില്ല. നല്ല സ്ലിപ്പറി ഉണ്ടായിരുന്നു. വീണു പോകുമോ എന്ന് പേടിയും. കുറച്ച് സമയം അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്തി. അങ്ങനെ ഞാൻ തിരിച്ചു അമ്പലത്തിലെ രഥം വെക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ മറ്റ് 2 സുഹൃത്തുക്കളെയും കണ്ടു. മറ്റുള്ളവർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി.
അങ്ങനെ അവരെയും കാത്ത് കുറേ സമയം നമ്മൾ പുറത്ത് നിന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചെത്തി. നമുക്ക് പോകാനുള്ള ബസ്സും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബസ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് താഴെ എത്തുന്നത് വരെ ഈ കാഴ്ചകൾ കണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു 10-15 മിനിറ്റ് എടുത്താണ് താഴെ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇപ്പോൾ ഈ ബസ് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഏറ്റവും മൂല്യമുള്ളതായിരിക്കും. അവിടെയുള്ള മലനിരകളിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. കോടമഞ്ഞ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നീട് അത് പതുക്കെ പതുക്കെ മങ്ങി പോയി. കുറച്ച് താഴോട്ടെത്തുമ്പോൾ ഗൈസ്, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട്, അത്ഭുതമല്ല, നിങ്ങൾക്ക് മനോഹരമായ പല കാഴ്ചകളും കാണാം. ദൂരെ ഗുണ്ടൽപേട്ടിലെ വയലുകളും ചെറിയ മലനിരകളും സമതലങ്ങളും എന്ത് മനോഹരമായ കാഴ്ചയാണെന്നോ. അതുകൊണ്ട് ഒരു അണു വിടാതെ ഈ കാഴ്ചകൾ ഞാൻ വീഡിയോ ആക്കി. നിങ്ങൾ നേരിട്ട് ഇറങ്ങുന്നത് പോലെ തോന്നിക്കും. നിങ്ങൾ ഈ ബസ്സിലിരുന്ന് താഴോട്ട് ഇറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം വ്യക്തമായ വീഡിയോ ആണിത്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഷെയർ ചെയ്യണം. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, ഉറപ്പാണ്. ഈ യാത്രയിൽ മറ്റേതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതായി തോന്നിയത് ഈ ഗോപാൽ ഹിൽസിലേക്കുള്ള ഈ യാത്ര തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ തീരുന്നത് വരെ കാണണം. കാരണം ഇത് നിങ്ങൾക്ക് എന്നും ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ മ്യൂസിക്കൊക്കെ ഇട്ട് താഴെ വരെ പോകാം.
കാട്ടിൻ്റെ വന്യമായ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാട്ടിലൂടെ ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടിക്കാണുമല്ലോ. വീണ്ടും നിങ്ങൾ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യൂ. ഫ്രണ്ട്സ്, ഇനിയാണ് നിങ്ങൾ കർണാടകയുടെ ഗ്രാമഭംഗി കാണാൻ പോകുന്നത്. ശരിക്കും നിങ്ങളെ സന്തോഷം കൊണ്ട് ആറാടിക്കും, ഉറപ്പാണ്. താഴെ സമതലങ്ങളും ഗുണ്ടൽപേട്ടിലെ കൃഷിയിടങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് പൂക്കളൊന്നും കാണാത്തത്. ഒരു മാസമൊക്കെ കഴിഞ്ഞു വരികയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തി പൂക്കളും കടുകിൻ്റെ പൂക്കളും ഒക്കെ കണ്ട് ഒരു മഞ്ഞ വസന്തം നിങ്ങൾക്ക് കാണാം. ഗുണ്ടൽപേട്ടിലെ പൂവുകളുടെ കൃഷി നമ്മുടെ കേരളത്തിലെ ഓണവിപണിയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ്. കേരളത്തിൽ മഴ തുടങ്ങുമ്പോൾ ഇവിടെ നീലഗിരി കുന്നുകളിലും മഴക്കാലമാണ്. കർണാടകയിൽ ചുട്ടുപഴുത്ത കാലാവസ്ഥയാണെങ്കിലും ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിനും ഈ ഗുണ്ടൽപേട്ടിൻ്റെയും പരിസരങ്ങളിൽ മഴക്കാലം തന്നെയാണ്. ഇത് യാത്ര ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഒരു മാസമൊക്കെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും സൂര്യകാന്തി പാടങ്ങളൊക്കെ പൂത്ത് ഒരു ഗുണ്ടൽപേട്ട് ഒരു മഞ്ഞ നിറത്തിൽ കാണപ്പെടാൻ തുടങ്ങും. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം ഈ ഗുണ്ടൽപേട്ടിൻ്റെ സൗന്ദര്യം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതും കാണാൻ മനോഹരമായ കാഴ്ചകളാണ്. താഴെ ചെറിയ താഴ്വരകളാണ് ഈ പച്ച നിറത്തിൽ. എന്ത് ഭംഗിയാണെന്നോ. അപ്പോൾ നിങ്ങൾ വീണ്ടും കൂടുതൽ കാണുക.
ഫ്രണ്ട്സ്, നമുക്ക് ഈ ഗോപാൽ ഹിൽസ് ടെമ്പിളിലുള്ള ഈ അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നു. ഈ കോടമഞ്ഞിനൊരു പ്രത്യേക ശക്തിയുണ്ട് കേട്ടോ. അതിൻ്റെ വലിയ കൈകൾ കൊണ്ട് നമ്മളെ ചുറ്റി വരിയുന്നത് പോലെയാണ് തോന്നിയത്. ഇപ്പോൾ എന്തൊരാശ്വാസം. അപ്പോൾ നിങ്ങളും ഈ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂറൊക്കെ കാണാൻ വരുന്ന സമയം തീർച്ചയായും ഇവിടെ ഈ ടെമ്പിളിൽ വരണം എന്ന് പറയുകയാണ്. നമ്മൾ താഴെ എത്തുമ്പോൾ മറ്റൊരു ട്രിപ്പിനായി ആളുകൾ ക്യൂയിലാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം.